لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وصحبه أجمعين، أما بعد. ربي يسر ولا تعسر، رب زدنا علما وحلما وفهما وعقلا وأدبا وإيمانا كاملا. ربي تمم بالخير والسعادة، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. നമ്മൾ കഴിഞ്ഞ മജ്ലിസിൽ ചർച്ച ചെയ്തത് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഇഫ്കുമായി ബന്ധപ്പെട്ട മഹദിക്ക് നേരെ വന്ന ആരോപണവും അതിൽ അള്ളാഹുവിൻ്റെ ശക്തമായ രീതിയിലുള്ള താക്കീതുമൊക്കെയായിരുന്നു കഴിഞ്ഞ രണ്ട് മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്തത്. ശേഷമുള്ള ആയത്തിൽ അള്ളാഹു പരാമർശിക്കാൻ പോകുന്നതിന് ഒരു പശ്ചാത്തലമുണ്ട്. നമ്മൾ പറഞ്ഞു അതിൽ മുസ്ലിമീങ്ങളായ ചില ആളുകളും പെട്ടുപോയിരുന്നു. അതിൽപ്പെട്ടൊരു സഹാബിയായിരുന്നു മിസ്തഹ് റളിയല്ലാഹു തആല അൻഹു. മിസ്തഹ് റളിയല്ലാഹു അൻഹു ബദറിലൊക്കെ പങ്കെടുത്ത സഹാബിയാണ്. പക്ഷേ ഇതിൽ അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സലൂലിൻ്റെ തെറ്റിദ്ധാരണയിൽപ്പെട്ട് അദ്ദേഹവും ആ പ്രചരണത്തിൻ്റെ ഭാഗവക്കായിരുന്നു. ഈ മിസ്തഹ് റളിയല്ലാഹു അൻഹു ആണെങ്കിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവിൻ്റെ സഹോദരിയുടെ മകനാണ്. നമ്മുടെ നാട്ടിലെ മൂത്തമ്മാൻ്റെ മകനാണ് മിസ്തഹ് റളിയല്ലാഹു അൻഹു. മാത്രമല്ല അദ്ദേഹം ദരിദ്രനായ സഹാബിയായിരുന്നു മിസ്തഹ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ചെലവിലാണ് മിസ്തഹ് റളിയല്ലാഹു അൻഹു കഴിഞ്ഞുകൂടുന്നത്. അപ്പോൾ നമ്മൾ ആലോചിച്ചാൽ മതി, നമ്മളെ മൂത്തമ്മാൻ്റെ മകൻ, നമ്മളെ കസിൻ എന്ന് പറയാം, നമ്മളെ ചെലവിലാണ് അവൻ കഴിയുന്നത്. നമ്മളെ മകളെ പറ്റിയിട്ട് ആ മനുഷ്യൻ അപവാദം പറഞ്ഞാൽ എന്തായിരിക്കും നമ്മളെ നിലപാട്? ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഈ വിവരം അറിഞ്ഞപ്പം, മിസ്തഹ് ഇതിൽ പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പം അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി ഞാൻ 5 പൈസ ആർക്ക് കൊടുക്കൂല, മിസ്തഹിന് കൊടുക്കൂല എന്നാണ്. കാരണം എൻ്റെ ചെലവിൽ കഴിയുന്നു, എന്നിട്ട് എൻ്റെ സ്വന്തം മകളെ പറ്റിയിട്ട് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ഭാര്യയും കൂടിയാണ്, 2 പദവി അലങ്കരിക്കുന്നുണ്ട്, മുഅ്മിനീങ്ങൾ ഉമ്മയും കൂടിയാണ്. ആ ഒരു അവസ്ഥയിൽ എത്തിയ സ്ഥിതിക്ക് ഇനി ഞാൻ ചെലവിനെടുക്കൂല എന്ന് പറഞ്ഞു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതുമായി ബന്ധപ്പെട്ടിട്ടാണ് അടുത്ത പരാമർശം നടത്തുന്നത്. വലാ യഅ്തലി ഉലുൽ ഫളി മിൻകും വസ്സഅതി അൻ യുഅ്തു ഉലിൽ ഖുർബ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ്. വലാ യഅ്തലി ഉലുൽ ഫളി മിൻകും, നിങ്ങളിൽ ഔദാര്യമുള്ള ആളുകൾ അല്ലെങ്കിൽ മികവുള്ള ആളുകൾ സത്യം ചെയ്ത് കളയരുത്. വസ്സഅതി, സാമ്പത്തിക ശേഷിയുള്ള ആളുകളും സത്യം ചെയ്യരുത്. അൻ യുഅ്തു ഉലിൽ ഖുർബ, ബന്ധുക്കൾക്ക് കൊടുക്കുകയില്ല എന്ന്. വൽ മസാകീൻ, മിസ്കിന്മാർക്ക് കൊടുക്കൂല എന്ന്. വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജറത്ത് ചെയ്തു പോയ ആളുകൾക്കൊന്നും ഇനി ഞാൻ കൊടുക്കൂല, അവർക്കൊന്നും നന്മ ചെയ്യൂല എന്നൊന്നും സത്യം ചെയ്ത് പറഞ്ഞു കളയരുത് എന്ന് അല്ലാഹു തആല അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറയാൻ. അള്ളാഹു പറയുന്ന കാര്യം എന്താണ്? വല്യ അഫു വല്യ അസ്ഫഹു, അവർ മാപ്പ് ചെയ്ത് കൊള്ളട്ടെ. കാരണം മിസ്തഹ് റളിയല്ലാഹു അടി കിട്ടിക്കഴിഞ്ഞു, 80 അടി ചമ്മട്ടി കൊണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള പശ്ചാത്താപവും അതിനുള്ള പ്രതിവിധിയും ദുനിയാവിൽ വെച്ച് കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ മാപ്പ് ചെയ്ത് കൊടുക്കിൻ. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. ഇവിടെ നിന്ന് പോയിന്റ്, അല്ലാഹ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അള്ളാഹു മാപ്പ് ചെയ്തു തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ മറ്റുള്ള ആൾക്ക് മാപ്പ് കൊടുക്കണം. ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഒരുപാട് ഈ വെറുപ്പും വിദ്വേഷവും ഒക്കെ ആയി കഴിഞ്ഞുകൂടുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ ശമനം കിട്ടും. നമ്മളല്ലാഹിനോട് നമ്മളെല്ലാത്തിട്ടും മാപ്പാക്കി തരണേ എന്ന് വിളിക്കുന്നത്. നമുക്ക് വേറെയുള്ള ആളെ ഒന്നും മാപ്പാക്കി കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാപ്പ് ചോദിക്കാനൊരു അർഹത വേണ്ടേ? മാപ്പ് ചോദിക്കാനൊരു അർഹത നമുക്ക് വേണമല്ലോ. അപ്പൊ ഈ ഒരു ഭാഗം, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, നിങ്ങൾക്ക് മാപ്പ് തരാൻ അള്ളാഹു മാപ്പ് തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇഷ്ടപ്പെടുന്നുണ്ട്, ഞാനിനി കൊടുത്തോളാം. പിന്നെ ചെലവിനെടുത്തു. അതാണ്. അപ്പൊ എല്ലാം നിങ്ങൾ നോക്ക്, സ്വന്തം മകളെ പറ്റിയിട്ട് അപവാദം വരുന്നു. അപ്പൊ അവർ ഈമാന്റെ ഒരു അളവാണ് നമുക്ക് അവിടെ മനസ്സിലാകുന്നത്. അള്ളാഹുവിന്റെ പരാമർശം വരുമ്പോൾ പിന്നെ അതിന്റെ മേലെ അഭിപ്രായം ഇല്ല. തൻ്റെ നെഫ്സ്, നമ്മുടെ വികാരം, നമ്മുടെ ഇമോഷൻസ് അതൊരു ഭാഗത്തുണ്ടാകുന്നു. അള്ളാഹിന്റെ റസൂലിന്റെ ഒക്കെ കൽപ്പന വേറൊരു ഭാഗത്തുണ്ടാകുമ്പോൾ ഇമോഷൻസിലൊക്കെ നമ്മൾ മാറ്റി വെക്കണം. അതൊക്കെ ഒരു സമയം കഴിയുമ്പോൾ മാറി വരും. പക്ഷെ അള്ളാഹുവിന്റെ കൽപ്പനയെ നമ്മൾ പിടിക്കണം. അള്ളാഹു ഗഫൂർ റഹീം, അള്ളാഹു വലിയ കരുണ ചെയ്യുന്നവനും മാപ്പ് ചെയ്യുന്നവനുമാണ് എന്നാണ്. അപ്പോൾ ഈ ആയത്ത് ഇറങ്ങിയ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നേരത്തെ ചോദിച്ചല്ലോ നിങ്ങൾക്ക് അള്ളാഹു മാപ്പ് തരാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ, ബല ഉഹിബ്ബു, അതെ അള്ളാഹുവെ നീ മാപ്പ് തരാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുകയുണ്ടായി.
ശേഷം അല്ലാഹു തആല ഒന്നുകൂടി ആ വിഷയത്തിൽ ശക്തമായി താക്കീത് പറയാണ്, ഇന്നല്ലദീന യർമൂനൽ മുഹ്സനാത്തിൽ ഗാഫിലാത്തിൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസിനികളായ ഈ പറയപ്പെട്ട പാപങ്ങളിൽ നിന്നൊക്കെ അശ്രദ്ധമായി കഴിയുന്ന സ്ത്രീകളെ ആരെങ്കിലും ഈ പറയപ്പെട്ട ആരോപണം നടത്തുകയാണെങ്കിൽ ലുഇനൂ ഫിദ് ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അവർ ശപിക്കപ്പെട്ടവരാണ്. നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ ശാപത്തിനെ കുറിച്ചാണ് പറഞ്ഞത്, ഓർമ്മയുണ്ടോ? ശാപത്തിനെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞത്. ആരാണ് ശാപം കിട്ടിയവർ? ശാപം എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് വിദൂരമായവർ. ഒരു മത്സ്യത്തിനെ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് പുറത്തേക്ക് ഇട്ടാൽ എങ്ങനെയായിരിക്കും ആ മത്സ്യത്തിൻ്റെ അവസ്ഥ ഉണ്ടാകുക? ഇതുപോലെയായിരിക്കും അള്ളാഹിൻ്റെ റഹ്മത്ത് അതിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ. ചിലപ്പോൾ മൊത്തത്തിൽ റഹ്മത്ത് ക്യാൻസലാവും, പിന്നെ ദുനിയാവിൽ പിന്നെ ജീവിതം നടക്കൂല. ചിലപ്പോൾ ചില മേഖലകളിൽ റഹ്മത്ത് ക്യാൻസലായി പോകും. ചിലപ്പോൾ കച്ചവടത്തിലിരിക്കും, എന്ത് കളിച്ചിട്ട് കച്ചവടിക്കുന്നില്ല. ബാഹ്യമായ കാരണങ്ങളൊക്കെ നോക്കുമ്പോൾ എല്ലാം കറക്റ്റാ. പിന്നെ നോക്കേണ്ടത് അള്ളാഹിൻ്റെ റഹ്മത്ത് അവിടെ കട്ടായിട്ടുണ്ടോ എന്നാണ്. ബാക്കി എല്ലാ കണക്ഷനും ഉണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ട്, ബാക്കി എല്ലാം ഉണ്ട്, വയറുണ്ട്, മറ്റേ വെള്ളത്തിൻ്റെ കണക്ഷനൊക്കെ ഉണ്ട്. പക്ഷെ റഹ്മത്തിൻ്റെ കണക്ഷൻ കട്ടായി പോയിട്ടുണ്ടോ എന്ന് നോക്കണം. എന്നതുപോലെ ഒരു മനുഷ്യൻ അപവാദ പ്രചരണത്തിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ ലുഇനൂ ഫിദ് ദുനിയ വൽ ആഖിറ, ഖുർആന്റെ പരാമർശമാണ്, ദുനിയാവിലും അള്ളാഹിന്റെ റഹ്മത്തിൽ നിന്നും അകറ്റപ്പെടും, ആഖിറത്തിലും അകറ്റപ്പെടും. വലഹും അദാബുൻ അദീം, അവർക്ക് ഭയങ്കരമായ അതിഭയാനകമായ ശിക്ഷയുണ്ട്. ഏത് ദിവസം? യൗമ തഷ്ഹദു അലൈഹിം അൽസിനത്തുഹും, അന്ന് അവരുടെ നാവുകളാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ സാക്ഷി പറയുക. വഅയ്ദീഹിം, അവരുടെ കൈകൾ സാക്ഷി പറയും. വഅർജുലുഹും, അവരുടെ കാലുകൾ സാക്ഷി പറയും. ബിമാ കാനൂ യഅമലൂൻ, അവരെന്തൊക്കെ കാര്യങ്ങളാണ് പ്രവർത്തിച്ചത് അതിൻ്റെ പേരിലൊക്കെ അള്ളാഹുവിൻ്റെ മുമ്പിൽ അത് സാക്ഷ്യം പറയുന്നതാണ്. യൗമഇദിൻ യുവഫീഹിമുല്ലാഹു ദീനഹുമുൽ ഹഖ്, അള്ളാഹു തആല അന്നേ ദിവസം അവർക്ക് അവരുടെ പ്രതിഫലത്തെ പൂർണ്ണമായി നൽകുന്നതാണ്. നമുക്ക് ദുനിയാവിൽ തന്നെ കാണാൻ, മുസ്ലിമീങ്ങളായ ആളാകട്ടെ മുസ്ലിമായ ആളാകട്ടെ, ഈ രീതിയിലുള്ള ആരോപണം നടത്തിയിട്ട് എത്ര ആളുകളുടെ ജീവിതമാണ് തകർത്ത് കളഞ്ഞത്, വ്യക്തി ജീവിതം. ഈ അടുത്ത് കണ്ടിട്ടുണ്ടാകും, ഒരു അധ്യാപകനെതിരെ, പേരും സ്ഥലം ഓർമ്മ വരുന്നില്ല, കേരളത്തിലാണ്, ഒരു അധ്യാപകനെതിരെ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സ്റ്റുഡൻറ് വേറെന്തോ ചില ഒരു ദുർലക്ഷ്യത്തിൻ്റെ പേരിൽ ഇയാൾക്കെതിരെ ഈ ഒരു ഇങ്ങനെ അബ്യൂസ് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കുന്നു. അയാൾ തടവറയിലാകുന്നു. വർഷങ്ങൾ തടവറയിൽ അദ്ദേഹം കഴിഞ്ഞു. അവസാനം കോടതിയിൽ പോയി നോക്കുമ്പോഴാണ് ഈ പെണ്ണ് ഇയാളെ കൊടുക്കാൻ വേണ്ടി, വേറെന്തോ അന്നേരം താൽക്കാലിക ലക്ഷ്യം ഉണ്ടായിരുന്നു, അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇയാൾക്കെതിരെ മനഃപൂർവ്വം കേസ് കൊടുത്തതാണ് എന്ന് കോടതി കണ്ടിട്ട് വെറുതെ വിടുന്നു. വേറെ സ്ഥലത്തൊരു സെക്യൂരിറ്റി ഗാർഡിനെ തോന്നുന്നു, ഒരു വാച്ച്മാനെ ഇത് ഈ പറഞ്ഞ പോലെ പോക്സോ കേസിൽ, കള്ളക്കേസിൽ പെടുത്തി കുടുക്കി, അയാളെ ജീവിതം, അയാളെ ഭാര്യ ഒഴിവാക്കി, കുടുംബം കൈയൊഴിഞ്ഞു, ജോലി നഷ്ടപ്പെട്ടു, സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായി. അവസാനം കോടതിയിൽ എത്തി നോക്കുമ്പോൾ വാദിയില്ല പ്രതിയില്ലാത്ത അവസ്ഥയായി, വെറുതെ വിട്ടു. ഇനി വലിയ വലിയ രാഷ്ട്രീയ നേതാക്കന്മാർന്ന് പലതും നമുക്കറിയാം. ഇത് വലിയൊരു ടൂളാണ്. ഇത് വെച്ചിട്ട് പറഞ്ഞ പോലെ ഒരു ഹണി ട്രാപ്പ് എന്നൊക്കെ പറയുന്ന കോലത്തിൽ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോഴാണ് പലരും എന്ത് പറയാൻ തുടങ്ങിയത്, അങ്ങനെ ഇല്ലായിരുന്നു. അപ്പൊ അതിഗുരുതരമായ പാതകമായത് കൊണ്ട് തന്നെ അള്ളാഹു താല പറയുന്നു, അന്ന് കൊടുത്തോളും അള്ളാഹു താല. യൗമഇദി യുവഫീഹിമുല്ലാഹ്, അള്ളാഹു താല അവർക്കന്ന് പൂർത്തീകരിച്ചു കൊടുക്കും. ദീനഹുമുൽ ഹഖ്, അവർക്കുള്ള യഥാർത്ഥമായ പ്രതിഫലം. വയഅലമൂൻ, അവർ മനസ്സിലാക്കുക തന്നെ ചെയ്യും, അന്നല്ലാഹുൽ ഹഖുൽ മുബീൻ, അള്ളാഹു സത്യവാനാണ്, അള്ളാഹു കാര്യങ്ങൾ വ്യക്തമാക്കുന്നവനാണ് എന്ന് മനസ്സിലാക്കും. അൽ ഖബീസാത്തു ലിൽ ഖബീസീൻ, അള്ളാഹു ഒരു പൊതു തത്വം പറഞ്ഞിട്ട് ഈ വിഷയത്തെ അവസാനിപ്പിക്കാൻ. അൽ ഖബീസാത്തു, ഇങ്ങനെ ഈ ആയത്തിന് രണ്ട് രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ഒന്നാമത്തെ വ്യാഖ്യാനം ഇങ്ങനെയാണ്, അൽ ഖബീസാത്തു, മോശമായ വാക്കുകൾ, ഇങ്ങനെ താന്തോന്നിത്തരം പറയുന്നത്, ലിൽ ഖബീസീന, അത് യോജിക്കുന്നത് മോശമായ ആളുകൾക്കാണ്. അങ്ങനത്തെ ആളുകളെ അവരെ നാവിൽ നിന്ന് ഇങ്ങനത്തെ വർത്തമാനങ്ങൾ വരികയുള്ളൂ. വൽ ഖബീസൂന, മോശമായ ആളുകൾ എപ്പോഴും എങ്ങോട്ടേക്കാണ് ചായുക? ലിൽ ഖബീസാത്ത്, മോശമായ വാക്കുകളിലേക്കായിരിക്കും. അവരുടെ ഉള്ളിൽ മനസ്സിൽ വൃത്തികേട് ഉള്ളത് കൊണ്ടാണ് അവർ നാവ് കൊണ്ട് എന്ത് പറയുന്നത്? വൃത്തികേട് പറയുന്നത്. അൽ ഇനാഉ യതറസ്സഹു ബിമാ ഫീഹി എന്ന് പറയാറുണ്ട്. പാത്രത്തിൽ എന്താണോ ഉള്ളത് അത് മാത്രമേ തുളുമ്പിയിട്ട് പുറത്തേക്ക് വരൂ. ഹൃദയത്തിൻ്റെ ഉള്ളിൽ വെറുപ്പും വിദ്വേഷവും പകവും വിഷവും ഒക്കെ ആണെങ്കിൽ വാ തുറന്നാൽ അത് മാത്രമേ വരൂ. ചിലകാന്നില്ല, മാധ്യമങ്ങൾ എപ്പോൾ മൈക്കെടുത്താലും അത് മാത്രമേ പുറത്തു വരൂ. ബാക്കി എന്തെല്ലാം വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് ഒന്നും വരൂല. മൈക്ക് അങ്ങ് നീട്ടിക്കൊടുത്താൽ ഇത് മാത്രം സ്പിറ്റ് ചെയ്യും പുറത്തേക്ക്. അപ്പൊ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്, നിറഞ്ഞിട്ട് പുറത്തേക്ക് തുളുമ്പാൻ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അതാണ് അൽ ഖബീസാത്തു ലിൽ ഖബീസീൻ. വൃത്തികെട്ട വാക്കുകളും ചിന്തകളൊക്കെ അത് വൃത്തികെട്ടവന്മാർക്ക് മാത്രമേ യോജിക്കുകയുള്ളൂ.
അപ്പൊ ഇവിടെ അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് അവരുടെ മനസ്സിന്റെ കേടാണ്. വത്വയ്യിബാതു ലിത്വയ്യിബീൻ. നല്ല വാചകങ്ങൾ, നല്ല സ്റ്റേറ്റ്മെന്റുകൾ അത് നല്ല ആളുകളിൽ നിന്നാണ് ഉണ്ടാവുക. വത്വയ്യിബൂന ലിത്വയ്യിബാത്ത്. നല്ല മനുഷ്യന്മാരെപ്പോഴും ചെന്നെത്തുന്നത് ഈ പറയപ്പെട്ട നല്ല വർത്തമാനങ്ങളിലേക്കായിരിക്കും. ഇതാണ് ഇതിന്റെ ഒന്നാമത്തെ വ്യാഖ്യാനം. രണ്ടാമത്തെ വ്യാഖ്യാനം അൽ ഖബീസാത്തു, ദുഷിച്ച സ്ത്രീകൾ, അവർ യോജിക്കുന്നത് അൽ ഖബീസീൻ, ദുഷിച്ച ആണുങ്ങൾക്കായിരിക്കും. അപ്പൊ ഇവിടെ എന്താ ഈ സന്ദർഭമായിട്ട് ഇതിന്റെ എങ്ങനെ കണക്ഷൻ വരുന്നത്? ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭാര്യയാണ്. അപ്പൊ വത്വയ്യിബാത്തു ലിത്വയ്യിബീൻ, നല്ല സ്ത്രീ ആർക്കാണ് കിട്ടുക? ലിത്വയ്യിബീൻ, നല്ല ആണാണ് കിട്ടുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലവനാണ്. അപ്പൊ നബി തങ്ങളെ ഭാര്യ എന്തെന്നെ ആയിരിക്കും? സ്വാഭാവികമായിട്ടും ഏറ്റവും നല്ല ആളായിരിക്കും. അതുകൊണ്ട് ആയിഷ ബീവിന്റെ വിഷയത്തിൽ ആ പരാമർശങ്ങളും, ആയിഷ ബീവി എന്നല്ല, അതുമായി ബന്ധപ്പെട്ട ആരും തന്നെ, ഉലൈക മുബറഊന മിമ്മാ യഖൂൽ, ഫൈനൽ വേർഡിക്റ്റ് ആണ് അള്ളാന്റെ. കഴിഞ്ഞ ഇതോടുകൂടി അടുത്ത് കയറിയാണ്. ഉലൈക മുബറഊൻ, ഈ പറയപ്പെട്ട ആളുകളൊക്കെ കുറ്റവിമുക്തരാണ്. മിമ്മാ യഖൂലൂൻ, ഇവർ പറയുന്ന കാര്യത്തിൽ നിന്നും. ആരൊക്കെ? ആയിഷ റളിയല്ലാഹു അൻഹ, സഫ്വാൻ ഇബ്നുൽ മുഅത്തൽ റളിയല്ലാഹു തആല അൻഹു. മിമ്മാ യഖൂലൂൻ, ഇവ ഈ പറയുന്ന അപവാദത്തിൽ നിന്നുമൊക്കെ മുക്തരാണ്. ലഹും മഗ്ഫിറത്തുൻ, അവർക്ക് അല്ലാഹു തആല പാപമോചനം വെച്ചിട്ടുണ്ട്. വരിസ്ഖുൻ കരീമുൻ, ഉയർന്നതായ മാന്യമായ ഉപജീവനവും അള്ളാഹു തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന് ഇവിടെ പരാമർശിക്കുകയാണ്. അപ്പോൾ സംസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ആദ്യത്തെ ഭാഗങ്ങളിൽ അള്ളാഹു പരാമർശിച്ചത്. ഇനി അതുമായി ബന്ധപ്പെട്ട മറ്റു മേഖലകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിയമങ്ങളൊക്കെയാണ് ശേഷം അള്ളാഹു പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈറുകൾ കേൾക്കാനും അത് ജീവിതത്തിൽ